എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ ഭരണാധികാരിയായിരുന്നു. കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവിനെയായിരുന്നു. പ്രധാനമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ പാകിസ്ഥാനുമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, ഇന്ത്യയുമായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അമേരിക്ക അന്നും ഇതുപോലെ ഇന്ത്യയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചപ്പോൾ ശ്രീമതി ഗാന്ധി അമേരിക്കയോട് പറഞ്ഞ മറുപടിയുണ്ട്. പോയി പണി നോക്കൂ, ഇന്ത്യയുടെ കാര്യം നോക്കാൻ ഇന്ത്യക്കറിയാമെന്ന് പറഞ്ഞ ശ്രീമതി ഗാന്ധി പറഞ്ഞു, നിങ്ങൾ പാകിസ്ഥാനെ സഹായിക്കാൻ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ശ്രീമതി ഗാന്ധി പറഞ്ഞു, നിങ്ങൾ പാകിസ്ഥാനെ സഹായിക്കാൻ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷേ തിരിച്ചു പോകുമ്പോൾ ഇന്ത്യയുടെ സമുദ്രാതിർത്തി ലംഘിച്ചാൽ അമേരിക്കൻ കപ്പൽപ്പടയുടെ കപ്പലും ഉണ്ടാവില്ല, കപ്പിത്താനും ഉണ്ടാവില്ല എന്ന് ഉറക്കെ പറയുവാൻ ആർജവം കാണിച്ച പ്രധാനമന്ത്രിയുടെ പേര് ശ്രീമതി ഇന്ദിരാഗാന്ധി, കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുക അല്ലേ? യുദ്ധം നടന്നപ്പോൾ ശ്രീമതി ഗാന്ധിയെ കുറിച്ച്. അവിടം കൊണ്ടും തീർന്നില്ല. ശ്രീമതി ഗാന്ധിയുടെ ജീവൻ കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അമ്മ മരിച്ച നിമിഷങ്ങൾക്കകം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലേക്ക് കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു. ഈ രാജ്യം ഒരു തീരുമാനമെടുത്തു. പ്രധാനമന്ത്രി കസേരയിലേക്ക് രാജീവ് ഗാന്ധി കടന്നു വരണം. നിങ്ങൾ മക്കളോടൊക്കെ ചോദിക്കും, ഇവിടെ SSLC +2 അനുമോദിക്കുന്നു അല്ലേ? അവരോട് ചോദിക്കും, നിങ്ങൾ ആരാകാനാണ് ആഗ്രഹം? ചോദിക്കില്ലേ അമ്മ? മക്കളോട് ചോദിച്ചിട്ടില്ലേ ആരാകാനാണ് ആഗ്രഹം? ശ്രീമതി ഗാന്ധി തന്റെ മകനോട് ചോദിച്ചു, ആരാകാനാണ് ആഗ്രഹം? രാജീവ് ഗാന്ധി പറഞ്ഞു, അമ്മ എനിക്ക് പൈലറ്റ് ആകണം, ആകാശങ്ങളിലൂടെ സഞ്ചരിക്കണം, എന്റെ സ്വപ്നം അതാണ്. വിമാനം ഓടിക്കണം, വിമാനം പറത്തണം, ഹെലികോപ്റ്റർ പറത്തണം. പൈലറ്റ് ആകാൻ പഠിച്ച, ആകാശങ്ങളിലൂടെ വിമാനം ഓടിച്ച് പൈലറ്റായി മുന്നോട്ട് പോയിരുന്ന രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേക്കുന്നു. അർദ്ധരാത്രിയിൽ ആകാശവാണിയിലൂടെ ജനങ്ങളോടായി രാജീവ് ജി പറഞ്ഞു, സ്വപ്നം കാണേണ്ടതുണ്ട്, 21ാം നൂറ്റാണ്ടിനെ പടുത്തുയർത്തണം. ദുഃഖമുണ്ട്, ദുഃഖിച്ചിരിക്കേണ്ട സമയമല്ല. എനിക്കും നിങ്ങൾക്കും 18ാം വയസ്സിൽ വോട്ടവകാശം സാധ്യമാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി, എന്റെയും നിങ്ങളുടെയും വീട്ടിലെ മക്കൾ ഇന്ന് പഠിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി തന്നെ കാത്തിരിക്കുന്ന, ആയിരക്കണക്കിന് കാത്തിരിക്കുന്ന ശ്രീപെരുമ്പത്തൂരിലെ ആർക്കോണത്ത് മൈതാനത്ത് കാത്തിരിക്കുന്ന അമ്മമാർക്കരികിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുത്തപ്പോൾ, യാത്ര ചെയ്യാൻ അന്തരീക്ഷം അനുകൂലമല്ല, യാത്ര മാറ്റിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ ശ്രീമതി സോണിയാഗാന്ധിയോട് പറഞ്ഞു, തന്നെ കാത്തിരിക്കുന്ന തമിഴ്നാട്ടിലെ ആർക്കോണത്ത് മൈതാനത്ത്